വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാന്താരി ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള നമ്മുടെ ഗുണങ്ങളെക്കുറിച്ചാണ്. അതുപോലെ തന്നെ കാന്താരി നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ അത് എനിക്കും ഒരുപാട് ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ ഭാവിയിലേക്കിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ചെറുതെന്ന് തള്ളിക്കളയുന്ന ഈ കുഞ്ഞൻ കാന്താരികൾ നമ്മുടെ ശരീരത്തിന് ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നുണ്ട് ഇതിൽ. ഈ രോഗങ്ങൾ ചെറുത്തു നിർത്താനുള്ള കഴിവ് നമ്മുടെ ഈ കാന്താരിക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാന്താരി കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരം ചൂടാക്കുന്നു, രോഗപ്രതിരോധ ശേഷിയും കൂട്ടുകയും. കാന്താരി നിത്യം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ദഹനശക്തി കൂട്ടുന്നു കാന്താരി. അതുപോലെ തന്നെ പ്രമേഹം, കൊളസ്ട്രോള്, ഹൃദ്രോഗങ്ങൾ ഇവയെല്ലാം തടയുന്നു. കാരണം ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് ഇതിനൊക്കെ നമുക്ക് ഇത് കഴിക്കുന്നതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. കാന്താരി അമിത വണ്ണത്തെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. വണ്ണമുള്ളവർ നിത്യവും രാവിലെ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ കൂടെ നമുക്ക് അത് ഉൾപ്പെടുത്താവുന്നതാണ്. എന്തെങ്കിലും ഇപ്പോൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്ത് ഉൾപ്പെടുത്താനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദോശയുടെ കൂടെ ചമ്മന്തി കഴിക്കുന്നു, ചമ്മന്തിക്കകത്ത് നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ നമ്മൾക്ക് ഉപ്പിലിട്ട് വെക്കാം, വിനാഗിരിയിലിട്ട് വെച്ചിട്ട് നമുക്ക് നിത്യവും ഉപയോഗിക്കാം. അച്ചാറിട്ടിട്ട് വെളുത്തുള്ളിയുടെ കൂടെ അച്ചാറിട്ടിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഓരോ സൊല്യൂഷൻ ഉണ്ട്. അതൊക്കെ കണ്ടെത്തി നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കഴിക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മൾ ഒരുപാട് എരിവ് കൊടുക്കാറില്ല, എന്നാലും കാന്താരി നമ്മൾ കുട്ടികൾക്ക് ഒരുപാട് കൊടുക്കാൻ പാടില്ല. കുട്ടികൾക്കും അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികളായ സ്ത്രീകൾ ഇവർക്കൊന്നും നമ്മൾ കാന്താരി ഉപയോഗിക്കാനായിട്ട് കൊടുക്കാൻ പാടുള്ളതല്ല. ബാക്കി എല്ലാവർക്കും നിത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു കാന്താരിയെങ്കിലും നമ്മൾ ഉപയോഗിക്കണം. കൊളസ്ട്രോൾ ഉള്ളവർക്കും അതുപോലെ ഷുഗർ ഉള്ളവർക്കും മാത്രമേ കാന്താരി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നല്ല ഞാൻ പറയുന്നത്. കാന്താരി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിത്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ആർക്കാണേലും കുട്ടികൾ ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാവർക്കും ഗുണങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇപ്പോൾ കാന്താരി ഉണ്ടാകണമെന്നില്ല. അപ്പോൾ നമ്മൾ കാന്താരി ചെടികൾ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. കാന്താരി ചെടികൾ നമ്മൾ വാങ്ങിച്ച് നമ്മൾ നല്ലതായിട്ട് സംരക്ഷിക്കണം. ഇപ്പോൾ മഴക്കാലമൊക്കെയാണ്, മഴക്കാലത്ത് നമുക്ക് കാന്താരി ചെടികളൊക്കെ ഇപ്പോൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സംരക്ഷിച്ച് പോകാൻ പറ്റും. കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വളരും. കാന്താരി ചെടികളൊക്കെ ഒരു 5-6 വർഷം വരെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് നോക്കിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ലോണം ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന നമ്മുടെ ഇതിൽ കാണുന്ന ഈ കാന്താരി ചെടിക്ക് തന്നെയുണ്ട് 2-3 വർഷത്തെ പഴക്കം. അത് നമ്മൾ നന്നായിട്ട് സംരക്ഷിച്ച് പോകുമ്പോൾ അത് നമ്മൾ സംരക്ഷിക്കുന്ന പോലെ ഒരു ഇത് നിൽക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ദൈനംദിന ജീവിതത്തിൽ കാന്താരി ഉൾപ്പെടുത്തണം.